ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലോറൽ കോസ്റ്റർ ഡിസൈനിൻ്റെ പാറ്റേൺ ആയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു മാജിക് റിങ് ഉണ്ടാക്കുകയാണ്. ഈ മാജിക് റിങ്ങിനകത്തോട്ട് നമ്മൾ 12 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം എഗെയിൻ 2 ചെയിൻ ചെയ്യുക. അതിന് ശേഷം 12 ഡബിൾ ക്രോഷ്യേസ് ഇൻ ടു ദിസ് മാജിക് റിങ്. 12 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സർക്കിള് ക്ലോസ് ചെയ്യാം, മാജിക് റിങ്. ഇപ്പോൾ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. ഇത് ഇനി നമ്മുടെ ഈ മാജിക് റിങ് ഒന്ന് ക്ലോസ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിലായിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യത്തെ 2 ആ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓരോ റൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഗ്യാപ്സ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 2 സ്റ്റിച്ച്. അത് സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി അഗെയിൻ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 2 ചെയിൻ ചെയ്തിട്ട് ഓരോ സ്റ്റിച്ചിനകത്തും നമ്മൾ 2 സ്റ്റിച്ചസ് വെച്ച് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ഇൻക്രീസ് ചെയ്യുക. എല്ലാ ചെയിൻസിനകത്തും 2 ഡബിൾ ക്രോഷ്യ, അതായത് 12 ഇൻക്രീസ്. ഈ റൗണ്ടിൻ്റെ ലാസ്റ്റ് നമുക്ക് 24 ഡബിൾ ക്രോഷ്യേസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് 24 ഡബിൾ ക്രോഷ്യ പ്ലസ് നമ്മൾ ആദ്യം ചെയ്ത 2 ചെയിനും കാണാം. ആ 2 ചെയിൻ വിട്ടിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിലായിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും സെയിം ലാസ്റ്റ് റൗണ്ട് പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് 2 ചെയിൻ ചെയ്യാം. ഇനി ഈ ഒരു റൗണ്ടിൻ്റെ പാറ്റേൺ വരുന്നത് 1 DC ഇൻക്രീസ്. ഫസ്റ്റ് ചെയിനകത്തോട്ട് 1 DC, പിന്നെ നെക്സ്റ്റ് ചെയിനകത്ത് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഒരേ സ്റ്റിച്ചിനകത്ത് 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ പാറ്റേൺ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. 1 DC ഇൻക്രീസ്, അങ്ങനെയാണ് ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 1 DC ചെയ്തു, നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഇൻക്രീസ് 2 ഡബിൾ ക്രോഷ്യ ഇൻ ടു ദ സെയിം സ്റ്റിച്ച്. ഇവ നമ്മുടെ തേർഡ് റൗണ്ട് കഴിയുമ്പോൾ ഇതുപോലെ 36 സ്റ്റിച്ച് ഉണ്ടാവും. ഇനി ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിലായിട്ട് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എഗെയിൻ 2 ചെയിൻ ചെയ്ത് നമ്മുടെ 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 4th റൗണ്ടിൻ്റെ പാറ്റേൺ വരുന്നത് 2 ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന രീതിയിലാണ്. അപ്പോൾ ഫസ്റ്റ് 2 ചെയിൻ ചെയ്തതിന് ശേഷം സെയിം സ്റ്റിച്ചിനകത്ത് തന്നെ 1 ഡബിൾ ക്രോഷ്യ ചെയ്യാം, 1. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് അടുത്ത ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യേസ് ആയി. ഇനി തേർഡ് സ്റ്റിച്ചിൽ ഇൻക്രീസ് 2 ഡബിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. അതിൽ തന്നെ ഒന്നുകൂടെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ പാറ്റേൺ വരുന്നത് 2 ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് 2 DC ഇൻക്രീസ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ 4th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ റൗണ്ട് കംപ്ലീറ്റ് ആക്കുമ്പോൾ ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കാം. ഇനി ഈ റൗണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് വലുതാക്കാം. അപ്പോൾ ഇനി 5th റൗണ്ട് വരുമ്പോൾ 3 DC ഇൻക്രീസ്, നെക്സ്റ്റ് റൗണ്ട് 4 DC ഇൻക്രീസ്, ദെൻ 5 DC ഇൻക്രീസ്. അങ്ങനെ നമുക്ക് എത്ര വലുതാക്കണം അത്രയും വലുതാക്കാം. ഞാനിവിടെ ഒരു സ്മോൾ കോസ്റ്ററാണ് കാണിക്കുന്നത്, അതുകൊണ്ട് 4th റൗണ്ടിൽ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. 4th റൗണ്ടിൽ നമുക്ക് ഇനി കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ യാണ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ലീഫ് പോർഷൻ പോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള കളറ് എടുത്ത് അതിന് മുന്നായിട്ട് നമ്മളിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ടെയിൽ ലീവ് ചെയ്ത് കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ന്യൂ കളറ് ഇതുപോലെ വെറുതെ ഒന്ന് ചുറ്റിയിട്ട് ഈ ഒരു ലൂപ്പിനകത്തൂടെ ഇങ്ങനെ എടുക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കിൽ വരുന്ന ആ 2 യാൺ എൻഡ്സും ഉണ്ടല്ലോ, പുതിയതായിട്ട് അറ്റാച്ച് ചെയ്തതും പഴയതിൻ്റെ ബാക്കിയുള്ളതും, അത് രണ്ടും കൂടെ വെറുതെ ഒന്ന് കെട്ടി വയ്ക്കുക. ഒരുപാട് പിടിച്ച് വലിക്കരുത്, അപ്പോൾ സ്റ്റിച്ചസൊക്കെ ചുളുങ്ങി പോവും. പതുക്കെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ടൈ ചെയ്ത് വെക്കാം. അപ്പോൾ അതവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് 5 ചെയിൻസ് ആദ്യം ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽഡ് പാറ്റേൺ സ്ക്രീനിലുണ്ട്, ചെക്ക് ചെയ്യുക. 5 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ 5 ചെയിൻസ് ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിലോട്ട്
ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ നമുക്കൊരു പാറ്റേൺ കിട്ടും, ചെറിയൊരു സ്പേസ് ഉള്ള പോലെ. ഇനി നമുക്ക് നെക്സ്റ്റ് 2 ചെയിൻസ് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 ഡബിൾ ക്രോഷ്യ, ദെൻ ചെയിൻ 2, ദെൻ again 1 ഡബിൾ ക്രോഷ്യ ഇൻ ടു ദ സെയിം സ്റ്റിച്ച്. ആ സ്റ്റിച്ചിലോട്ട് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കൊടുക്കാം. അതായത് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് 1 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, again ഡബിൾ ക്രോഷ്യ ഇൻ ടു ദ സെയിം സ്റ്റിച്ച്, എന്നിട്ട് 2 ചെയിൻസ് 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തതിന് ശേഷം തേർഡ് സ്റ്റിച്ചിനകത്തോട്ട് വീണ്ടും ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഒരു പാറ്റേണാണ് ഇതിൻ്റെ എൻഡ് വരെ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ എൻഡിൽ വരുമ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനി ലാസ്റ്റ് നമ്മൾ 5 ചെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ആദ്യത്തെ 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് തേർഡ് ചെയിൻ്റെ ഉള്ളിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. ഈ ഒരു റൗണ്ട് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ബഡ്സ് പോലെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ലാസ്റ്റ് റൗണ്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ചെറിയൊരു യാണെൻറ്റ് ലീവ് ചെയ്തിട്ട് അടുത്തൊരു കളർ ആഡ് ചെയ്യാണ്. അടുത്ത കളർ ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് ഇതിനുള്ളിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിൽ ഒന്ന് ടൈ ചെയ്തിട്ട് സെക്യൂർ ചെയ്യുക. ഇനി നമ്മുടെ 6th റൗണ്ട്, അതായത് ലാസ്റ്റ് റൗണ്ട്, ഫ്ലവർ ബഡ്സ് പോലെ ആഡ് ചെയ്യാനായിട്ട് 2 ചെയിൻ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് സ്പേസ് നമ്മൾ കുറേ സ്പേസുകൾ ക്രിയേറ്റ് ആയിട്ടുണ്ടല്ലോ, ആ നെക്സ്റ്റ് സ്പേസിലോട്ട് നമുക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 5 ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. 5 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒരു പോപ്കോൺ സ്റ്റിച്ചാക്കി മാറ്റുവാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 5 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഹുക്ക് ഇതിനകത്തുനിന്ന് ഊരിയെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിലെ സ്റ്റിച്ചിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതാ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത 2 ചെയിൻ വിട്ടതിന് ശേഷം ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ, അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ലാസ്റ്റ് ലൂപ്പിനകത്തോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്തെടുക്കുക, പുള്ള് ചെയ്തിട്ട് എടുക്കുന്നു. അപ്പോൾ അതൊരു പോപ്കോൺ സ്റ്റിച്ച് പോലെ ഫോം ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ചിന് പറയുന്നത് പോപ്കോൺ സ്റ്റിച്ച് എന്നാണ്. ഒരു ഫ്ലവർ ബഡ് പോലെ ഫോം ആയിട്ടുണ്ടാവും. അതിനുശേഷം 2 ചെയിൻ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്പേസ്, നെക്സ്റ്റ് ഗ്യാപ്പിലോട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നു. 1 സിംഗിൾ ക്രോഷ്യ ഇൻ ടു ദ നെക്സ്റ്റ് ഗ്യാപ്പ്. ഇനി അടുത്ത ഗ്യാപ്പിലോട്ട് എഗെയിൻ നമ്മൾ ഇതുപോലെ തന്നെ 5 ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു പോപ്കോൺ സ്റ്റിച്ച് ഉണ്ടാക്കുന്നു. പോപ്കോൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ ഒരു ഹുക്ക് അതിൽ നിന്ന് ഊരിയതിന് ശേഷം ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിലെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് മറ്റേ ലാസ്റ്റ് ലൂപ്പിനകത്തോട്ട് ഹുക്ക് വീണ്ടും കടത്തിയതിന് ശേഷം അതിങ്ങോട്ട് പുള്ള് ചെയ്തെടുക്കുക, ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് 2 ചെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് സ്പേസിലോട്ട് 1 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ 1 സിംഗിൾ ക്രോഷ്യ, 5 ചെയിൻ, then make it into popcorn stitch, chain 2, again സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ അവസാനം പാറ്റേണിൻ്റെ എൻഡിൽ ഇതുപോലെ നമുക്കൊരു ഫ്ലോറൽ കോസ്റ്ററായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ അത് ലാസ്റ്റ് ഒരു സ്പേസിലോട്ട് കൂടെ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഒരു പോപ്കോൺ സ്റ്റിച്ച് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഫ്ലവറിൻ്റെ പുറകിലായിട്ട് നമുക്കൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ടൈപ്പിസ്ട്രി നീഡിൽ വെച്ചിട്ട് നമ്മുടെ ബാക്കിൽ വരുന്ന യാൺസ് ഒക്കെ ഉണ്ടല്ലോ, യാണിൻ്റെ എൻഡുകളെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ തുന്നി വെച്ചിട്ട് സെക്യൂർ ചെയ്ത് നീറ്റാക്കിയിട്ട് എടുക്കണം. അത് ഞാൻ കാണിക്കുന്നുണ്ട്, അതുകൂടെ കണ്ടു നോക്കൂ.
അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ടാപ്പസ്ട്രി നീഡിൽ വെച്ചിട്ട് യാൺ എൻഡ്സ് എല്ലാം തന്നെ പുറകിൽ വെച്ച് സെക്യൂർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഫ്ലോറൽ കോസ്റ്റർ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ 4 റൗണ്ട്സിലാണ് ഇത് അവസാനിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ ഒരു സർക്കിൾ എലോബറേറ്റ് ചെയ്തെടുക്കാം. പാറ്റേൺ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ഓർ ഇൻസ്റ്റഗ്രാമിലോ എനിക്ക് മെസ്സേജ് ഇടാം. മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.